എനിക്ക് വലിയൊരു സംഭവം നടന്നു. ഒരു MG ZZ കാർ എനിക്ക് ബമ്പർ പ്രൈസ് അടിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഞായറാഴ്ച സൗജന്യ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അന്നേരം ഞായറാഴ്ച ക്ലാസ്സിൻ്റെ രീതി എല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 5 പേർക്ക് നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി പറയാനുള്ള ഒരു അവസരം നൽകുന്നതാണ്. പിന്നെ അതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷനിലെ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ സൈക്കോളജിയും കാര്യങ്ങളും സംസാരിക്കും. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കാര്യങ്ങളാണ്. ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അത് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു 5 പേർക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. നിങ്ങൾ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനോടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിക്കർ സാറ് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ, എറണാകുളം സ്ഥലം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്. എനിക്ക് പെട്ടെന്നൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നും എനിക്കൊരു 25,000 രൂപ പുള്ളി എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിൽക്കണില്ല. അത് പല കാര്യങ്ങൾക്കായിട്ട് അത് ചെലവായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. വലിയൊരു ഫാമിലി ഇഷ്യൂ, ഞങ്ങള് മാരീഡ് ലൈഫിൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് അന്ന് സാറിന് ഞാൻ മെസ്സേജ് അയക്കുന്നത്. സാറിന് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഞാനത് പിന്നീട് നമ്മുടെ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്തായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് ആയിട്ട് ആ സ്ത്രീ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് അവരുടെ റിലേറ്റീവ് ആയിരുന്നു. അപ്പൊ ആ കോണ്ടാക്ട് വന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല, പക്ഷെ നമുക്കറിയാലോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം പറയും തോറും പക്ഷെ പുള്ളിക്ക് അത് കൂടുതലായിരുന്നു. പുള്ളി ഹൈഡ് ചെയ്ത് വെക്കുന്നു, പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം 2 മാസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ആയെന്ന് ഒരു സാഹചര്യം മുന്നേ പറയണ്ടായി. അതുപോലെ എൻ്റെ ഒരു ജോബ്, ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ജോബ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു ജോബിലേക്ക് അതിലും ഉയർന്നൊരു പൊസിഷനിലേക്ക് എനിക്ക് ജോലിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പൊ ഞാനിപ്പോ അറിയുന്ന പോലെ കുറെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോ കണ്ടിന്യൂസ് 0 തൊട്ടിട്ട് 9 വരെ ഏഞ്ചൽ നമ്പേഴ്സ് മിക്കവാറും തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കുള്ളൊരു വിഷയം എന്റെ സ്വന്തം ഫാമിലിയിലുള്ളൊരു വിഷയമാണ്. സാറിനത് ഷെയർ ചെയ്യാവോ? ഇപ്പം ഇല്ല, അപ്പൊ ഇത് ജസ്റ്റ് ഒരു കോമൺ പ്ലാറ്റ്ഫോം ആണല്ലോ. ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പല അനുഭവങ്ങൾ ഉണ്ടായതും പിന്നെ എന്തൊക്കെയാണ് പലതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ സൗജന്യ ക്ലാസ്സില് സൂമില് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയാനുള്ളത് സാറ് മുമ്പ് പറഞ്ഞിരുന്നു ഒരു ഗ്രീൻ കളർ പേഴ്സ് വാങ്ങേണ്ട കാര്യം. ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ക്ലാസ്സിന് മുമ്പേ ഒരു ഇൻഫിനിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് ഞാൻ ചെയ്തിട്ട് പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് ആ പൈസക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഇപ്പൊ. ഏതെങ്കിലും വഴിക്കൂടെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറിയ പൈസയാണെങ്കിലും അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വലിയ പ്രയാസങ്ങൾ വരാതെ തന്നെ ഉണ്ടാവുന്നുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെ പറയുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ ഓരോ ക്ലാസ്സിലും പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോ ഉള്ളത് ഇതാണ്. അതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് വലിയൊരു സംഭവം നടന്നു. ഒരു MG ZZ കാർ എനിക്ക് ബമ്പർ പ്രൈസ് അടിച്ചു. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല്
ലാസ്റ്റ് സെക്കൻഡ് ഈ മാസം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ MGയുടെ ഷോറൂമിൽ വെറുതെ പോയതാ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പൊ അവരെനിക്ക് എടുത്തിട്ട് ഒരു കൂപ്പൺ തന്നിട്ട് പറഞ്ഞു, മാഡം ഒന്ന് എഴുതിയിട്ടോളൂ, മേ ബി യു ആർ ലക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ ആയിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയാം, അതിന്റെ മുകളില് 555 നമ്പർ വെറുതെ ഞാൻ എഴുതിയിട്ടതേ. 55 ബാക്കിൽ എഴുതിയിട്ടു. അതിന്റെ ബാക്കിട്ട് ഞാൻ എഴുതിയിട്ടു. ഓക്കെ, എനിക്ക് തന്നെ പ്രൈസ് അടിച്ചതിൽ താങ്ക് യു വെറുതെ ഞാൻ അതിന്റെ ബാക്കിൽ എഴുതിയിട്ട് കൂപ്പൺ ഇട്ടിട്ട് പോന്നു. ഞാൻ ഇറങ്ങുമ്പോ ഈ കാറിനോട് പറഞ്ഞു, എടോ താൻ എന്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ നന്നായി ഞാൻ നോക്കിക്കോളാം, അധികം ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാറിനോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ പോന്നു സാറേ. പിറ്റേ ദിവസം ഈ കൂപ്പൺ എടുത്തിട്ട് അവരെന്നെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം നിങ്ങൾക്ക് ആ കാറ് പ്രൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വലിയൊരു സക്സസ് സ്റ്റോറി. അപ്പൊ ദെൻ അവിടെ കൊണ്ടത് സ്റ്റോപ്പ് ആകുന്നില്ലേ. അപ്പൊ കാർ എനിക്ക് കിട്ടി. അപ്പൊ അവര് പറഞ്ഞു ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ മാഡം തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. എന്നിട്ട് എന്ന് പറഞ്ഞു അതിനും കൂപ്പൺ ഉണ്ട്, മേ ബി ഇറ്റ് വിൽ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കൂപ്പൺ എടുത്തു. അതിന്റെ 2 വർഷത്തെ ഫ്രീ ഇൻഷുറൻസും മുൽക്കുകയും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. 500 ലിറ്റർ പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടി. 1,00,000 കിലോമീറ്റർ ഫ്രീ സർവീസും കിട്ടി. ഒരു വണ്ടിയും ഫ്രീ കിട്ടി. എന്റെ കയ്യിൽ ഓൾറെഡി വണ്ടി ഉണ്ടായിരുന്നു, മോണ്ടിറോ സ്പോർട്ട്, പ്രാഡോ ഉണ്ടായിരുന്നു. മാനിഫെസ്റ്റേഷൻ അല്ല, അത് എനിക്ക് തോന്നുന്നുണ്ട് സാറിനെ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകളിൽ 3 ആഴ്ചകളിൽ കാണുന്നേ ഉണ്ടായില്ല. ബിക്കോസ് ഓൾവേസ് ഐ എം തിങ്കിങ് അബൌട്ട് യു ആൻഡ് ഓൾവേസ് ഞാൻ ആ സാറിന്റെ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ ഐ ലിസൺ എവറിത്തിങ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യായിരുന്നു. ഞാൻ വളരെ വലിയ ഒരു ബാഡ് സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ എന്താ പറയാ, സുജാ ആർ മോഹന്റെ ഒരു ഇത് കാണാനിടയായിരുന്നു. അവരെ ഡയറക്റ്റ് വിളിക്കാൻ നോക്കിയപ്പം ആരോ ഒരു ലേഡി എടുത്തിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് എന്നോട് പറഞ്ഞ് കട്ട് ചെയ്ത് തിരിച്ചു വരുമ്പം ഞാൻ അനുവിന്ദെന്ന് ഉള്ള ഒരു ഇത് കണ്ടു. അങ്ങനെ അനുൻ സാറിനെ ഞാൻ വിളിച്ചു. പിറ്റേന്ന് തന്നെ എനിക്ക് കിട്ടി. എടോ ആ സമയത്ത് പുള്ളി എന്നെ മൊത്തം കേട്ടു. പുള്ളി എനിക്കൊന്നും പറഞ്ഞു തന്നായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നെ മൊത്തം കേട്ടു. അതോടുകൂടി എവറിത്തിങ് ഇറ്റ് വിൽ ഗോ. പിന്നെ എന്നോട് പറഞ്ഞു കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ അജിത് മാം ചെയ്തോളൂ, നന്നായി വരുമെന്ന്. പിന്നെ ഞാൻ ഓൾവേസ് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പ്രോബ്ലം സാറേ അല്ല, പിന്നെ ഞാൻ സാറിന്റെ ഇതിൽ കയറി. പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയാ, എനിക്കൊരു പെയിന്റിങ്ങിലൂടെ ഞാൻ വലിയൊരു എമൗണ്ട് എടുത്തു. പിന്നെ ബിസിനസിന്റെ ആയാലും കുറച്ച് പ്രോബ്ലംസ് തീർന്നു വരുന്നുണ്ട്. പിന്നെ ട്രംപ് തരുന്നതായ പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ വിഷയമല്ലാതെ പോകുന്നുണ്ട്. പിന്നെ പക്ഷെ എനിക്ക് ഈ കാറ് സാറ് ഭയങ്കര അത്ഭുതം. അത് സാറിന്റെ ആ ഒരു മെഡിറ്റേഷൻ ഞാൻ എവറിഡേ മോർണിംഗ് ചെയ്യാറുണ്ട്, ചൈൽഡ്ഹുഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സാർ എന്തോ ഒരു പൂർവ്വ ജന്മത്തില് ബട്ട് മേ ബി യു ആർ മൈ ഗുരു, അല്ലെങ്കിൽ എന്റെ ഒരു ഗൈഡ് ലൈൻ, അങ്ങനെ എവറിത്തിങ് ഐ തിങ്ക് ഒരു സോൾമേറ്റ് അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്നലത്തെ രാവിലത്തെ മെഡിറ്റേഷനില് അതിലും വലിയൊരു സർപ്രൈസ് ആണ് എനിക്ക് ഉണ്ടായത്. ഈവൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല തന്നെ സാറ്, ഞാനിങ്ങനെ ഒരു വലിയ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ അതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞാനത് നിർത്തിവെച്ചു. മേ ബി അവര് തരാൻ ഇനി വലിയ വലിയ കമ്പനിക്കാരൊക്കെ വന്നില്ലയോ. പിന്നെ പോരാത്തതിന് ഇപ്പം ഒരു ലേഡിയായ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തരാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അറിയുന്നവരാണ് എല്ലാരും. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ബട്ട് ഞാനൊരു വെള്ള ഫുൾ സ്യൂട്ടിലാ പോയത്. അപ്പൊ അവര് അവിടെ ഒരു ഒമാനി ഉണ്ടായിരുന്നേ. അവൻ എന്നെ കണ്ടിട്ട് മാഷാ അള്ളാ കേസിന്റെ ജേനതല്യോം ഹബീബി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് നിനക്കൊരു ഭയങ്കര വലിയൊരു ഓറയുണ്ട്, ആ ഓറയുടെ വൈബ്രേഷൻ ഒരു 56 കിലോമീറ്ററിൽ ഇരുന്നാലും ഞാൻ വൈബ് ചെയ്തു എന്നൊക്കെ അവൻ എന്നോട് ഇന്നലെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് ഞാൻ അതാ ഓടി കതച്ച് വന്ന സാറിന്റെ ക്ലാസ്സിൽ കയറാനായിട്ട്. അത് അല്ലെങ്കിൽ ഞാൻ ആ പേയ്മെന്റ് ക്ലാസ്സിൽ കയറാനെ കൊണ്ട് വന്നിരുന്നതാ. നാളെ ഇട്ടിട്ടൊക്കെ എന്ന് പറഞ്ഞു ഓടിക്കച്ച് വന്നിരുന്നു. എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് കിട്ടി. ഈവൻ 5 വർഷത്തെ കണ്ടിന്യൂ കോൺട്രാക്ട്. ബട്ട് റിയലി ഐ എം ഹാപ്പി. അത് ഞാൻ സാറിന് പേഴ്സണലി ഇട്ട് തരാം. അത് എന്താണെന്ന് അറിയാമോ, ചിലത് നമ്മൾക്ക് ഒരു കൊട്ട് കിട്ടും. അപ്പൊ ഞാനത് പേഴ്സണലി ഇട്ട് തരും. പക്ഷെ ഈ വണ്ടിയുടെ ഇതും കുറെ കാര്യങ്ങള് റിയലി ഐ എം സർപ്രൈസ്. ബട്ട് എന്റെ മെഡിറ്റേഷൻ ഞാൻ മുടക്കാറില്ല, ടു ഡു ലിസ്റ്റ് മുടക്കാറില്ല. ബട്ട് മൈസെൽഫ് ഐ റെസ്പെക്ട്. ഓൾവേസ് ഞാൻ പറയാറുണ്ട് അജിത, ഈ ലോകത്ത്
ഏറ്റവും കൂടുതൽ എനിക്ക് ബഹുമാനവും സ്നേഹവും നിന്നോട് മാത്രമാണ്. ബട്ട് ഇപ്പം നിനക്കൊരു നല്ല ഒരു ഗുരുവായിരുന്നു, ഒരു ഗൈഡ്, ഒരു വ്യക്തിയായിരുന്നു. ആ മെഡിറ്റേഷന്റെ എവരിഡേ നീ ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വൈ യു ആർ സക്സസ്. യെസ് സർ, ഐ എം സക്സസ് നൗ. ഐ എം ഹാപ്പി. എനിക്കറിയില്ല എന്താ, എനിക്ക് പേഴ്സണലി സാറിന് ഒരു ഇന്റർവ്യൂ സാർ എടുത്ത പോലെ തരണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വണ്ടിയുടെ വന്നിട്ടില്ല. ഐ തിങ്ക് മേ ബി ദാറ്റ്സ് വൈ ലോസ് ദാറ്റ് ഡേ. ഇനിയിപ്പോ ഇതും കൂടെ ചേർത്ത് പറയാം നമുക്ക്. ഓക്കെ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഏറ്റവും ഡൗൺ ടൈമിൽ ഒരു എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് പേഴ്സണൽ കൺസൾട്ടേഷനും പേഴ്സണൽ മാസ്റ്ററിലും അലൈൻമെന്റ് മാസ്റ്ററിയിലും ജോയിൻ ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ, നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഇപ്പം പലരും അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഇതിൽ കുറേ പേര് പങ്കെടുക്കുന്നുണ്ട്. അവർക്കുള്ള ആ ഒരു മെഡിറ്റേഷനാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ആ ഒരു അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്നത്, അത് ഞാൻ ഈ സക്സസ് സ്റ്റോറിക്കേഷൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഒരു സൂയിസൈഡ് ടെൻഡൻസിയും എല്ലാം തകർന്ന സമയത്ത് നമ്മളൊരു ഹോപ്പ്, അതായത് നമ്മൾ ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ, എനിക്കും മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടൻഷ്യാലിറ്റിയെ നമ്മളിൽ നിന്ന് കണ്ടെത്തി തരുന്നതാണ്. അതായത് നമ്മളെല്ലാവരും ഇൻഫിനിറ്റ് പോസിബിലിറ്റിയുടെ ബീയിങ്സ് ആണ്. ആ ഒരു പോസിബിലിറ്റിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഞാൻ ഈ അജിത മേഡത്തെ അല്ലെങ്കിൽ പലരെയും ഞാൻ കാണുന്ന സമയത്ത് അത്രയും പോസിബിലിറ്റി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊരു ആളാണ് ഇദ്ദേഹം കറക്റ്റായിട്ടുള്ള ഗൈഡൻസും മെഡിറ്റേഷനും എല്ലാം തന്നെ ചെയ്തു. അത്രയധികം ഗ്രോത്ത്, ഏകദേശം 10 ലക്ഷത്തോളം ഈ പെയിൻറ്റിങ് വർക്കിന് കിട്ടി. പിന്നെ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു അച്ചീവ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. കുറേ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഇദ്ദേഹം കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് അദ്ദേഹം ഒരു രീതിയിലുള്ള പ്രാക്ടീസ് മുടങ്ങാതെ നിരന്തരമായി ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്രയധികം അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ക്ലാസ്സുകൾ അദ്ദേഹത്തിന് ഒരു വഴി മാത്രമായിരുന്നു, പക്ഷെ അദ്ദേഹം അതിലേക്ക് എത്തിച്ചേർന്നു. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി 3 പേർ സാറിന്റെ അടുത്ത് വരുമ്പോ എന്റെ മുഖം മുഴുവൻ കറുത്തിട്ട് എനിക്ക് തന്നെ എന്തോ ബ്ലഡ് ഒക്കെ വല്ലാത്ത ഒരു രീതിയിൽ, സാറിന് ഓർമ്മയില്ല, ഭയങ്കരമായിട്ട് മുഖമൊക്കെ കറുത്തായിരുന്നു. ബട്ട് എവറിത്തിങ് ഇറ്റ് വിൽ കം ഔട്ട് നൗ. I don't know. I'm very happy now because I don't know. I can't say anything. Happiness is the good turning always. നമ്മൾ പറഞ്ഞില്ല, we cannot count how much the love. I cannot how much the love about you also and your words also. താങ്ക് യു സോ മച്ച്. Thanks, sir. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഗുഡ് ഈവനിങ് സാർ, ഞാൻ സൗമ്യ. കേൾക്കാമോ? കേൾക്കാം. വലിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാനിപ്പോ ഖത്തറിലാണുള്ളത്. മാനുഫാക്ചറേഷൻ വഴി എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്ത് ക്യാഷിലായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഇപ്പം അനിയന്റെ കല്യാണമായിട്ട് ഞാനത് നിർത്തി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഹസ്ബൻഡിന് ലൈസൻസിന് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ടും ഒരു വണ്ടി എടുത്തു. പിന്നെ ഇപ്പോ ഇനി ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. അതിനു മുമ്പ് ഞാനിങ്ങനെ കുഞ്ഞിനെ ഖത്തറിൽ ഐഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. അതും കിട്ടി. ഒരു വണ്ടിയായി, ഹസ്ബൻഡിന്റെ ലൈസൻസ് ആയി. പിന്നെ ലോൺ ഉണ്ടായിരുന്നു, വീടിന്റെ ലോണ് നാട്ടിൽ നിന്ന് എടുത്ത് മാറ്റി ഖത്തറിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണ് ഇപ്പൊ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ഞാനിതയാണ്. അജിത മാഡത്തിനെ കണ്ടത് ഭയങ്കര ഹാപ്പിയായി. മിക്ക ദിവസം ഞാൻ മാഡത്തിനെ ഓർക്കാറുണ്ട്. അലൈൻമെന്റ് ക്ലാസ്സിൽ മാഡത്തിന്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളും ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ മാഡം. പിന്നെ എനിക്ക് പോസിറ്റീവ് ഇല്ലായിരുന്നു മോളെ. എനിക്ക് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ സാറിന്റെ അടുത്ത് ഞാൻ എത്തുമ്പോ ബിക്കോസ് ഓഫ് ഐ തിങ്ക് ബെറ്റർ സൂയിസൈഡ്, ബട്ട് അത്ര നല്ല ഒരു കേൾവിക്കാരനായിട്ട് എന്നെ കേട്ടു, എന്നെ മൂവ് ചെയ്തു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിൽ കൂടെ അങ്ങനെ തന്നെ കിട്ടും. അതെ, എന്റെ ജോലിയിലാണ് എനിക്ക് നല്ല വരുമാനം ഉണ്ടായി, നല്ല വർദ്ധനം, ബിസിനസ്, എന്താ പറയാ, നല്ല പണത്തിനിപ്പം പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പഴയതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിന് സാറിന് ഒരുപാട് നന്ദി. ഞാൻ രാവിലെ എല്ലാ മെഡിറ്റേഷനും കാര്യങ്ങളും ഞാനും ചെയ്യാറുണ്ട്. ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹം നമ്മളെ എലമെന്റ് മാസ്റ്ററിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സാർ, ഞാന് അനുന്നാണ് എന്റെ പേര്. ഞാൻ സാറിന്റെ അലൈൻമെന്റ് മാസ്റ്ററിൽ ഉണ്ടായിരുന്ന ആള്. ഞാൻ മുമ്പേ എന്റെ ഒരു സക്സസ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഞാന് കുറച്ച് പ്രോക്രാസ്റ്റിനേഷൻ ഉള്ള ആളായിരുന്നു.
അപ്പൊ ഒരു കൗൺസിലിംഗ് സെന്റർ ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിലാണ് സാറിന് കുറെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ പിന്നെ മെഡിറ്റേഷൻസ് തന്നെയാണ് അയച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ചിട്ടായിരുന്നു 3 പുസ്തകങ്ങൾ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂര് കഴിഞ്ഞ ആഴ്ച എക്സിബിഷന് പോയപ്പോ വെറും 750 രൂപയ്ക്ക് കിട്ടി. ഇക്കിഗൈഡി, റിച്ച് ഡാഡ് പൂർ ഡാഡും സൈക്കോളജി ഓഫ് മണി. ഓരോന്നും സെപ്പറേറ്റ് നല്ല വിലയുള്ളത്. ഞാൻ ഓരോ സ്ഥലത്ത് അന്വേഷിച്ചു പോകുമ്പോ ചിലത് ഉണ്ടാവില്ല, പക്ഷെ ഇത് 3ഉം കൂടി ഡിസ്കൗണ്ടിൽ കിട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് കാലം ഒന്നും ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, അലഞ്ഞു നടന്നിട്ടില്ല. 1-2 വട്ടമൊക്കെ ചോദിച്ചപ്പോ കിട്ടിയില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് നമുക്കൊരു എന്താ പറയാ വില കുറവ്, ഇത്രയും സർപ്രൈസിംഗ് ആയിട്ടുള്ള വില കുറവിൽ ഇത്രയും നല്ല 3 ബുക്കുകൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതെ, അത്രയല്ലോ. തീർച്ചയായും. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ട്രോമാസും കാര്യങ്ങളും അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു മാരീഡ് ലൈഫിൽ. കുറെ വേദനകൾ, എക്സ് ഹസ്ബൻഡിൽ നിന്ന് കുറെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് കുറേ രോഗങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അനുഭവിച്ചത്. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം രോഗം മാറ്റാൻ സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു ഹിപ്നോട്ടിക് സെൻറ്റർ ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്നേരം ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതിൽ ടൈറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുക, ടൈറ്റിൽ കൊടുക്കുക. കാരണം എല്ലാതെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഡേറ്റാണ്, ഏത് ദിവസമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്ന ആ ഡേറ്റാണ് വരിക. ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ഒരാൾക്കും കൂടി ഒരു അവസരം തരാം. നിങ്ങളുടെ ലൈഫിൽ ചെറുതോ വലുതോ കണ്ടില്ലേ, ചെറിയ കാര്യം മതി, അത് മാത്രം മതി, നിങ്ങൾക്ക് പറയാം. ആരാളുള്ളത്? ഹായ്. ആ പറഞ്ഞോളൂ. എനിക്ക് എന്നെ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? എന്റെ സക്സസ് സ്റ്റോറി കുറെ ഉണ്ട് പറയാൻ. ഞാൻ സാറിന് അയച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പൊ അടുത്തായിട്ട് എനിക്കൊരു ഗോൾഡ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി, ഒരു 5 പവന്റെ ഒരു മാല. ഞാൻ ജസ്റ്റ് എനിക്ക് ലാസ്റ്റിന് വേണ്ടി ഇടാൻ വേണ്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബാങ്കിൽ ചെന്ന സമയത്ത് അവിടെ വേറൊരു ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവര് കൂടുതലാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഗോൾഡ് കിട്ടി. അപ്പൊ അത് ഞാൻ മറ്റേ സ്ഥലത്ത് വെച്ചപ്പോ എനിക്ക് അങ്ങനെ ആ ഗോൾഡ് എടുക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. പക്ഷെ അത് ഓൾറെഡി എന്താ പറയാ ഫുള്ള് പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നാണ് നേരത്തെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഗൾഫിലേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഗൾഫിലാണ്, ഇപ്പൊ ഷാർജയിലാണ് ഉള്ളത്. പിന്നെ വേറെ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഞാൻ 2 കോഴ്സ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും പിന്നെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിങ്ങിന്റെ. ആ 2 കോഴ്സും ഇതുപോലെ തന്നെ ചെയ്യാൻ പോണ സമയത്ത് എൻ്റെ അടുത്ത് പൈസ വരുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയായാലും ഒരുമിച്ച് പൈസ കൊടുത്ത് ചേരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചേരാൻ വേണ്ടി പോകുമ്പോ പൈസ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് 2 എണ്ണത്തിലും ജോയിൻ ചെയ്യാൻ പറ്റി, ഫുൾ പൈസയും കൊടുക്കാൻ പറ്റി. ഇപ്പൊ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം 3 മന്ത്സിന്റെയും 5 മന്ത്സിന്റെയും. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരിയാണ്. HDFC ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 സ്ഥാപനങ്ങളായിട്ടും സ്വന്തമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇത്രയും സക്സസ് സ്റ്റോറി വളരെ മനോഹരമായിട്ട് ഷെയർ ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകണം. അതായത് മണി മാനിഫെസ്റ്റേഷൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിളുമാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പണം എന്ന് പറയുന്നത് ഊർജ്ജമാണ്. അത് എല്ലാ ക്ലാസ്സിലും നമ്മൾ പണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യമാണ് മണി ഈസ് എനർജി. വാട്ട് കൈൻഡ് ഓഫ് എനർജി എന്നുള്ളതാണ് ചോദ്യം. എന്തൊരു ഊർജ്ജമാണ് ഈ പ്രപഞ്ചത്തിൽ ആകെയുള്ളതെന്ന് വെച്ചാൽ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ ഊർജ്ജം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്? യുദ്ധം നടക്കുന്നത് സ്നേഹം കൊണ്ടാണ്. തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം മാത്രം, അതായത് തൻ്റെ രാജ്യത്തെ മാത്രം സ്നേഹിക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളെ കാണുന്ന സമയത്ത് ശത്രുക്കളായി തോന്നും. ഇപ്പം നമ്മളൊരു വ്യക്തിയോട് നമ്മൾ ഇപ്പം പ്രണയം നൈരാശ്യം ബാധിച്ചിട്ട് കൊല്ലുക എന്നെല്ലാം പറയണ്ടേ, അതും പ്രണയമാണ് മാറുന്നത്. ചില ആൾക്കാർക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം വരിക. അവരെന്ത് ചെയ്യും? മറ്റുള്ള പണത്തെ അപഹരിക്കാനും മറ്റു ബന്ധങ്ങൾക്കൊന്നും തന്നെ മൂല്യം കൊടുക്കുകയില്ല.
എവിടെയാണ് അതായത് സ്നേഹം എന്ന് പറയുന്ന ഊർജ്ജമാണ്, ലവ്. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് പറയുന്നത്. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും പണത്തോട് മാത്രമല്ല, എല്ലാത്തിനോടും നമ്മൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പണം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? വ്യക്തിബന്ധങ്ങൾക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതായത് ബന്ധങ്ങളാണ് ജീവിതം എന്ന രീതിയിൽ ചിന്തിക്കും. ശരീരം നോക്കില്ല, നമ്മളെ മെൻ്റൽ ഹെൽത്ത്. ഇന്ന് ഇപ്പം അനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിലേക്ക് എത്തിയത് നല്ലൊരു മേഖലയാണ്. കാരണം മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് ഇന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതുവരെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ പണം ഉണ്ടാക്കുന്ന സമയത്ത് പോലും നമ്മളെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് പണം ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശരീരം കൈവിട്ടോ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളെ സന്തോഷത്തെ കൈവിട്ട്, ഇതെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് നമ്മൾ പണത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഈ സമയത്തെയോ ഈ സന്തോഷത്തെയോ ഒന്നും തന്നെ പണം കൊണ്ട് നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ പണം സമ്പാദിക്കുക, ലൈഫിന് എൻജോയ് ചെയ്യുക, യാത്രകൾ ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ വാങ്ങുക, കഴിക്കുക, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പണം നിങ്ങളിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പണത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പണം കൂടുതൽ ഉണ്ടാക്കണം, അതിന് പണം ഇരട്ടിപ്പിക്കേണ്ട പരിപാടിയിലേക്ക് കടന്നു. ഇങ്ങനെ 6 മാസം കൊണ്ട് ചില ആൾക്കാർ വിളിച്ച് പറയും, 6 മാസം കൊണ്ട് സാറേ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇത്രയാവും. എന്നാൽ ഞാനൊരു മാസം നോക്കും ഇത്രയും പൈസ ഇല്ല, എങ്ങനെയാണ് ഞാൻ കൂടുതൽ പണം ഇട്ടേക്കാം, അതിന് വീണ്ടും ഇരട്ടിയാകുമല്ലോ എന്ന രീതിയിൽ കൂടുതലായിട്ട് ആർത്തി വന്നു. ആഗ്രഹമല്ല, ആർത്തി വരികയാണ് ചെയ്തത്. അന്നേരം നമ്മൾ ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന കാര്യം. അതായത് പണം വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചിലവഴിക്കാനോ അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മൾ സേവ് ചെയ്യാനോ പാടില്ല. കൂടുതലായി സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കുക. ചില ആൾക്കാരുണ്ട് ബേസിക് നീഡ് പോലും അവഗണിച്ചുകൊണ്ട്, അതായത് നല്ല വസ്ത്രങ്ങളില്ല, പണം ഇങ്ങനെ സേവ് ചെയ്ത് നിൽക്കുക. എൻ്റെ അച്ചാച്ചൻ ഇതേപോലെ തന്നെയുള്ള ആളായിരുന്നു. പണം ഇങ്ങനെ സേവ് ചെയ്ത് ഇങ്ങനെ ഉറുമ്പുപോലെ വെച്ചു. പക്ഷേ അച്ചാച്ചൻ ഒരിക്കലും ലൈഫിനെ ആസ്വദിച്ചില്ല. അതും തെറ്റാണ്. എന്നാൽ നമ്മൾ സ്പെൻഡിങ്ങും ഏണിങ്ങും തമ്മിൽ ബാലൻസ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ സമ്പാദിക്കും, പക്ഷേ ചിലവ് നോക്കില്ല എന്നുള്ളതാണ്. അതായത് അനാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിക്കൂട്ടും. എന്തിനാണ് വാങ്ങുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, മറ്റുള്ളവരിൽ ഞാൻ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് കാര്യമാണോ, അത് വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നതായിരിക്കാം, വലിയൊരു വാഹനം മേടിക്കുന്നതായിരിക്കാം, എന്നാണോ നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ പണത്തിൻ്റെ ഊർജ്ജത്തെ വഴിതിരിച്ച് വിടേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ ഇമോഷണൽ എനർജി എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പണത്തിൻ്റെ ഊർജ്ജത്തെ നിങ്ങൾ സന്തോഷം നൽകുന്ന വസ്തുക്കളിലേക്ക് കാര്യങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ വസ്തുക്കൾ വാങ്ങുന്ന സമയത്തും ഹാപ്പിനെസ് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മേടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ അത് നേടിക്കഴിഞ്ഞാൽ തോന്നും അയ്യോ ഇതെന്തിനാണ് മേടിച്ചത്. അന്നേരം പെട്ടെന്ന് ചിന്ത വരും, ഇത്രയും പൈസ നഷ്ടപ്പെട്ടല്ലോ, എന്തിനാ ഇങ്ങനെ പൈസ നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ രീതിയിൽ ഒരു റിഗ്രറ്റ്, ഒരു കുറ്റബോധം വരും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. നേരെ മറിച്ച് നിങ്ങൾ ഈ പണത്തെ നിങ്ങളെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലവാക്കുന്നതെങ്കിൽ വീണ്ടും ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യത്തെ വീണ്ടും നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം വരും. അത് നമ്മളിലേക്ക് പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്ന് നൽകുന്നതാണ്. അതിനെയാണ് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ കണ്ണാടി നോക്കിയിട്ട് രാവിലെ ഐ ലവ് മൈ സെൽഫ് എന്ന് പറയുന്ന കാര്യമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാര്യം പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. ബി പങ്ക്ച്വൽ. അതായത് എന്തിനും, അതായത് നമുക്കിപ്പോൾ ഞാൻ പറയാറുണ്ട് പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഒരു സർവീസോ കാര്യങ്ങളോ ചെയ്തിരിക്കണം എന്നുള്ളത്. എന്നാൽ മാത്രമാണ് നിങ്ങളിൽ പണം നിലനിൽക്കുകയുള്ളൂ, അതോടൊപ്പം തന്നെ പണത്തെ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ഫ്ലോ നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിലും കമ്മിറ്റഡ് അല്ലാതെ ചില ആൾക്കാർ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ വെറും ഒരു ഫ്രീ ലൈഫ് പോലെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിൽ ജീവിക്കാതെ നിങ്ങളൊരു പർപ്പസിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പർപ്പസ് എന്താണ് നിങ്ങളുടെ പർപ്പസ്? ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് കൊണ്ട് നല്ലൊരു യാത്രയാണോ, അല്ലെങ്കിൽ വെറും പണമാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട്
കുറച്ച് പേരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകണം, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മൾ വെക്കണം. നിങ്ങളൊരാളാണ് അജിത മാഡം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കുറേ പേർ ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറേ പേർക്ക് ഭക്ഷണത്തിലെ വഴിയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അറിവ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ വെറുതെ ജനങ്ങളിലേക്ക് എത്തിയാൽ പോരാ. അതായത് ഞാൻ വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ അനു സക്സസ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇഗ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു, അജിത മേഡത്തെ കുറിച്ച് പറഞ്ഞു, നീതുവിനെ കുറിച്ച് പറഞ്ഞു. ഓരോരുത്തരും ഞാൻ എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ ഇവരെ കാണുന്ന സമയത്ത്, ഇതായത് സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് അൻവിന്ദ് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അൻവിന്ദ് സാറ് പറഞ്ഞല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അടുത്ത പോയിന്റാണ്, നമ്മളോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും വേണമെന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ലൈഫ് കോച്ചസ് കുറേ ആൾക്കാർ വരുന്നുണ്ട്, എന്നാൽ സെയിം ആയിട്ടുള്ള ഫീൽഡിൽ വരുന്ന ആൾക്കാർ ഉയർത്താറില്ല. ഇപ്പം സുജാർ മോഹൻ, ബിബി, അതോടൊപ്പം തന്നെ കുറേ പേര് നമ്മളെ സ്റ്റുഡൻസ് ആണ്. വിഷ്ണു, ഗ്രീൻ ടൂത്തിലെ വിഷ്ണു, അവരെല്ലാം തന്നെ കറക്റ്റായുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഒരു ഗൈഡൻസ്, അതായത് നമ്മൾ മറ്റുള്ളവരെ ഉയർത്തുന്ന സമയത്ത്, നമ്മളോടൊപ്പം തന്നെ അവരെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇന്നർ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് ഇപ്പം തുടങ്ങാൻ പോവുകയാണ്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഷീല, അതോടൊപ്പം തന്നെ അനു, പിന്നെ കുറച്ച് പേരുടെ സക്സസ് സ്റ്റോറീസ് എല്ലാം വെച്ചിട്ടുണ്ട്. അവരെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അനുവിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അനുവിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറും അതേ യൂട്യൂബ് ചാനലിലെ ലിങ്കും എല്ലാം തന്നെ ഉണ്ടാവും. ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ, അതായത് നിങ്ങൾ ഈ ചിന്ത കൊണ്ട്, അതായത് നമ്മളൊരു മറ്റുള്ളവരെ സേവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മ വേണമെന്ന ചിന്ത തന്നെയാണ് നമ്മളൊരു ഗ്രോത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മാത്രം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ പോസിബിലിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിലൂടെ എത്ര പേരുടെ ലൈഫിലാണ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുമോ. നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കായിട്ട് പണം വരുന്നതാണ്. കാരണം പണം എന്ന് പറയുന്നത് ഡിവൈൻ എനർജിയാണ്, ദൈവികമായിട്ടുള്ള ഊർജ്ജമാണ്. ആ ഊർജ്ജം ദൈവികമാണ് അല്ലേ. ദൈവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പം എത്രയോ ദൈവങ്ങളും ദൈവപുത്രന്മാരും പ്രവാചകന്മാരെല്ലാം തന്നെ അവതരിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. അവരെല്ലാം തന്നെ അവരെ കാര്യം നോക്കിയിട്ട് പോവുകയല്ലേ ചെയ്തത്, അവർ ജനങ്ങളെ സേവിക്കുകയാണ് ചെയ്തത് അല്ലേ. അങ്ങനൊരു സർവീസ് മൈൻഡ് സെറ്റ് നമ്മളിൽ വെക്കണം. എന്തിനു വെക്കണം അല്ലേ. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോയപ്പോൾ അതേ എന്നുള്ള ചിന്ത വരും. അതല്ല, കാരണം ഈ പ്രകൃതി തന്നെ, പ്രകൃതിയുടെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ശ്വസിക്കാൻ ഓക്സിജൻ പോലും നമുക്ക് വരില്ല. ഇപ്പം തന്നെ നല്ല ചൂടാണ് അല്ലേ. നമ്മൾ മൃഗങ്ങൾ ചുറ്റും പക്ഷികളും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിനെന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിനെ, അതായത് മനുഷ്യർ കുറച്ച് നന്ദിയില്ലാത്ത മൃഗം എന്നാണ് പറയുക. എന്നാലും നന്ദിയുള്ളവരുണ്ട്, നന്ദിയില്ലാത്തവരുണ്ട്. എന്നാലും മൃഗങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു ജസ്റ്റ് നാളെ ചെയ്യേണ്ട ഒരു ടാസ്ക്കായിട്ട് കരുതാം, അല്ലെങ്കിൽ ഒരു സർവീസായിട്ട് കരുതാം. പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കാനുള്ള ഒരു സ്പേസ്, ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പറ്റെങ്കിൽ ഒരു കപ്പിലോ വെള്ളം വെക്കുക, കുറച്ച് അരിമണികളും വെക്കുക. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ പോണ്ടുകളുണ്ട്, മറ്റേ മീനുകൾ വളർത്തുന്നത്. എന്നാൽ ഞാൻ എന്ത് വെച്ചാൽ അതിൽ ഓസിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കണം. അന്നേരം എന്ത് ചെയ്യും, കാക്കകളും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ട് അതിൽ ചിറകിട്ടടിച്ചിട്ട് ഒന്ന് കുടിക്കും. കാരണം അത്രയും ചൂടാണ്. നമ്മളെ സഹജീവികളാണ് ഈ പക്ഷികളും കാര്യങ്ങളും മൃഗങ്ങളും. ഇപ്പം വീട്ടിൽ രാത്രി നോക്കുകയാണെങ്കിൽ ഒരു 12 മണിക്കെല്ലാം കുറുക്കന്മാർ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, വെള്ളം കുടിക്കാൻ വെള്ളമില്ല. എവിടെ പോയിട്ടാണ് ഈ പട്ടികളും കുറുക്കന്മാരെല്ലാം തന്നെ കുടിക്കുക. അന്നേരം ഇവിടെ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്രയോ വിഭവങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രകൃതിയുടെ അവകാശികളാണ് ഈ മൃഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരിക്കും. വെള്ളവും അതേപോലെയുള്ള ഭക്ഷണവും നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കും. അതിനെയാണ് പുണ്യം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളൊരു ഒന്ന് വെച്ച് നോക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുമോ. അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. കാരണം മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, മൃഗങ്ങൾ മുതൽ പക്ഷികൾ, ചെടികൾ എല്ലാം തന്നെയുണ്ട് അല്ലേ. അതിനെല്ലാം തന്നെ നനയ്ക്കുക, അതിനെല്ലാം തന്നെ പരിപാലിക്കുക. ഇതെല്ലാം തന്നെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രകൃതി എന്ന് പറയുന്നത് ചെടികൾ മാത്രമല്ല, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതിയും എല്ലാം തന്നെ ഉൾക്കൊള്ളിട്ടുള്ള കാര്യമാണ്.
അല്ലേ? അതിനെല്ലാം തന്നെ നമ്മളെ കഴിയുന്ന രീതിയിൽ ബഹുമാനിക്കാനും നമ്മളെ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം വീട്ടിൽ വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ബിന്നിലിടുക. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബാഗിൻ്റെ സൈഡിൽ വെക്കുക, അനാവശ്യമായിട്ട് പുറത്തേക്ക് കളയാതിരിക്കുക. അങ്ങനെ ചെയ്യാമെന്ന് തന്നെ പ്രകൃതിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഈ പ്രകൃതിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ, പ്രകൃതി നമ്മളെയും ബഹുമാനിക്കുന്നതാണ്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇവൻ പണത്തെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ? പണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്, പണത്തെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രകൃതിയെ ബഹുമാനിക്കാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് പണവും എല്ലാം തന്നെ നമ്മളിലേക്ക് വരിക. പിന്നെ അടുത്ത കാര്യം, ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടത്തുന്നതാണ്. ഇപ്പോൾ ഏകദേശം 9ാമത്തെ ബാച്ചാണ്. കൂടുതൽ, അതായത് ഓരോ ബാച്ചിൽ നമ്മൾ 100 മെമ്പേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ അടുത്ത ബാച്ചിൽ ഒരു 150-200 മെമ്പേഴ്സ് ഉൾപ്പെടുത്താനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ മെമ്പേഴ്സ് ആണെങ്കിൽ അവരെ ഗൈഡൻസോ അവർക്കൊന്നും തന്നെ നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ 1000 മെമ്പേഴ്സ് വന്നു, സംശയങ്ങൾക്ക് മറുപടി പോലും നൽകാൻ പറ്റാറില്ല പല ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ ഉള്ളിൽ കുറേ ട്രോമാസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതിനെ കറക്റ്റായിട്ടുള്ള ക്ലെൻസിങ്, ഹീലിംഗ് പ്രോസസ്സാണ് എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രാജശ്രീ ഇതിൽ പങ്കെടുക്കുന്ന, ഇതിൽ രാജശ്രീ ഉണ്ടായിരുന്നു. രാജശ്രീ കണ്ടല്ലോ, രാജശ്രീ ഉണ്ടാവും, രാജശ്രീ ഉണ്ടായോ? രാജശ്രീ ഉണ്ടാവും. ഓക്കെ, രാജശ്രീ എന്ന് പറഞ്ഞ അദ്ദേഹം വന്ന സമയത്ത് മോൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ സങ്കടപ്പെട്ടിരുന്നു. അന്നേരം നമ്മളെ ഹീൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവായുള്ള ചിന്തകളും തോട്ട്സും എനർജി ലെവലും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളും മാറുന്നതാണ്. അതിന് മുൻപിൽ എന്ന് വെച്ച് ഞാൻ മറ്റുള്ളവരെ മാറ്റണം, ഇന്നാളെ ചേഞ്ച് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും, അവർക്ക് നല്ല വഴികാട്ടി മാറാൻ വേണ്ടിയിട്ടെല്ലാം തന്നെ ട്രൈ ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ അട്ര ഫ്ലോപ്പായിരുന്നു സംഭവിച്ചത്. മറിച്ച് ഞാൻ എന്നെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതായത് നമ്മളെ ഉള്ളിലുള്ള ആ വേദനകൾ, നമ്മളെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്ത സമയത്ത് എൻ്റെ ചുറ്റും അവസരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരികയാണ് ചെയ്തത്. നമുക്ക് ഒരിക്കലും ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ യൂട്യൂബിൽ എക്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു, അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറയാതെ വരും. പക്ഷേ ഇതെല്ലാം തന്നെ വരുന്നത് നമ്മൾ എത്രത്തോളമാണോ നമ്മളെ ഹീൽ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ ചുറ്റുമുള്ള മിറാക്കൾ സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഈ സുജാർ മോഹൻ, സുജയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ ട്രോമാസും കാര്യങ്ങളും അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തെ കറക്റ്റായിട്ടുള്ള ഹീലിംഗ് അതോടൊപ്പം തന്നെ പേഴ്സണൽ മെൻറ്ററിങ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് വന്നു. കാരണം എന്താണ്, ആ ഒരു ഗൈഡൻസ് നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളും കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. നിങ്ങളെ പ്രോബ്ലത്തെ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ? നമുക്ക് 100 കണക്കിന് പ്രോബ്ലം ഉണ്ടാവും, അതെല്ലാം ഉള്ളിൽ അടക്കി അമർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് പുഞ്ചിരിക്കൂ. എങ്ങനെ പുഞ്ചിരിക്കാൻ പറ്റും? ഹൃദയം തുറന്ന് നമുക്ക് ചിരിക്കാൻ സാധിക്കാം? ഇല്ല. നിങ്ങളെ പെയിനെ നിങ്ങൾ പുറത്തേക്ക് കളഞ്ഞേ മതിയാവും. നമ്മളിപ്പോൾ ഈ ഹീലിംഗ് ചെയ്തു എന്ന് കരുതിയിട്ട് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ഹീൽ ചെയ്ത് ക്ലെൻസ് ചെയ്ത് നമ്മളെ മാറ്റണം. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ കാറ് നല്ല രീതിയിൽ കഴുകി വെച്ചു എന്ന് കരുതുക, റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ വീണ്ടും പൊടി പിടിക്കും എന്ന് കരുതിയിട്ട് ഇന്നലെ ഞാൻ കഴുകിയല്ലോ അതുകൊണ്ട് ഇന്ന് കഴുകേണ്ട ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. വീണ്ടും നമ്മൾ ക്ലെൻസ് ചെയ്യണം. നമുക്ക് എപ്പോഴാണോ വേദന അനുഭവിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെ ക്ലെൻസ് ചെയ്യുന്ന സമയത്താണ് മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇന്നലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വീണ്ടും ചെയ്തു. ഞാൻ ഈ ഒരു ബാച്ചിൽ, ഈ ഒരു 9ാമത്തെ ബാച്ചിൽ 2ാമത്തെ ദിവസം ഞാൻ കരഞ്ഞു. കാരണം ഞാൻ തന്നെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു, എനിക്ക് ഇന്ന ഒരു പെയിൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ മറന്നുപോയ കാര്യമായിരുന്നു, വീണ്ടും എന്നിലേക്ക് വന്നു, ഞാൻ കരഞ്ഞു. ആ കരഞ്ഞങ്ങ് തീർക്കുക, അതായത് എനർജി റിലീസ് ചെയ്യുകയാണെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും എനർജിയെ സപ്രസ് ചെയ്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരില്ല. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഈ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ ഏറ്റെടുക്കാൻ, നിങ്ങളെ വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ്. കാരണം അമ്മ എങ്ങനെയാണോ ഒരു കുട്ടിയുടെ വേദനകൾ കേൾക്കുന്നത്, അതുപോലെ തന്നെ പ്രകൃതിയും പ്രപഞ്ചവും നമ്മളെ വേദനയും സങ്കടങ്ങളെല്ലാം തന്നെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. അതിൻ്റെ മുന്നിൽ ഒരിക്കലും ഫേക്ക് ചെയ്യാതിരിക്കുക. നമ്മളോട് കള്ളം പറയുന്ന പോലെ തന്നെയാണ് പ്രകൃതിയോട്. നിങ്ങൾ എന്താണോ അതായിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ 24 മണിക്കൂറും സന്തോഷിക്കുക, ഹാപ്പി നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ തന്നെ പറയാണ്ട് 365 ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കിളി പോയിരിക്കണം എന്നുള്ളതാണ്. അതായത്
ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണേഴ്സിനോട് ചോദിക്കുക 24 മണിക്കൂർ ഹാപ്പിയാണ്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അതെല്ലാം തന്നെ ലൈഫിൻ്റെ ഭാഗമാണ്. ടെൻഷനും സങ്കടവും സന്തോഷവും എല്ലാം തന്നെ ലൈഫിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും. അതായത് നിങ്ങൾ സങ്കടം വരുന്ന സമയത്തും നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പ്രിറ്റൻഡ് ടു ബി ഹാപ്പി എന്ന് പറയില്ലേ, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അതിനെ വിട്ടുകളയാന്നതാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ട്രോമ ഹീലിങ്ങിലൂടെയും എല്ലാം തന്നെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എലൈൻമെൻറ്റ് മാഷിൽ ഹൃദയചക്രത്തെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭാരമില്ലായ്മ, അതോടൊപ്പം തന്നെ ഫ്ലോ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റുള്ള ക്ലാസ്സിൽ ഫ്ലോ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു ഭാരമില്ലാതായി എന്നാണ് പലരും പറഞ്ഞത്. നമ്മൾ ഇത്രയും ഇമോഷൻസും കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വിടുക. അന്നേരം നമ്മളിലേക്ക് ഒരു ഈസിനെസ്സിലേക്ക് വരും. അതായത് ആ ഒരു ഫ്ലോ സ്റ്റേജ് എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ഒരു ഡിവൈൻനെസ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ഒരു ഡിവൈൻ ഫ്ലോയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നടക്കും. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുക. അതിന് ഏറ്റവും വേണ്ടതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളോട് പ്രണയത്തിലാകപ്പെടുക. സ്വതവേ പ്രണയം എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സെക്സിനെ മാത്രമാണ് നമ്മൾ കരുതുന്നത്. നമ്മളെ തന്നെ. അതുകൊണ്ടാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മളെ ട്രീറ്റ് ചെയ്യുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ശീലിക്കുക. ഞായറാഴ്ച ദിവസം ഞാൻ എലൈൻമെൻറ്റ് മാഷിൽ എപ്പോഴും പറയാണ്ട് യാത്രകൾ ചെയ്യുക, ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുക, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ യാത്രകൾ ചെയ്ത് ജീവിതം ആസ്വദിക്കുന്ന സമയത്ത് ജീവിതം നിങ്ങൾ ജീവിച്ചു എന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ, ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, എല്ലാവരും മുന്നിൽ ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഇതെല്ലാം തന്നെ പരാജയപ്പെട്ടു. അഥവാ ഞാൻ എന്തിനോ വേണ്ടി ജീവിച്ചു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള എനർജിയും കൂടി നിങ്ങളിൽ പോകും, ഉള്ള പോസിറ്റിവിറ്റിയും തന്നെ പോകും. ഇനി ലൈഫിനെ തിരിച്ചു പിടിക്കേണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് മാറാതെ നമ്മളായി നിൽക്കുക. ഏതൊരവസ്ഥയിലും നമ്മളോട് ട്രൂത്ത്ഫുള്ളായി നിൽക്കുക. മറ്റുള്ളവരോട് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും, അല്ലേ? അല്ലാതെ 100% സത്യസന്ധമായിട്ട് നിൽക്കണമെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആകെ പറയുന്നത് നിങ്ങളായിട്ട് സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ഏതാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക, സ്വയം ചിന്തിക്കുക. നിങ്ങൾ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾ ഉള്ളിൽ നിന്ന് ചോദിക്കുകയാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾക്കിലേക്ക് വരുന്നതാണ്. അതെല്ലാം തന്നെ വരുന്നത്. അതായത് ഞാൻ തന്നെ മുന്നെല്ലാം ചോദിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നത് ഞാൻ എന്നെ ക്ലെൻസ് ചെയ്തതുകൊണ്ടാണ്. എൻ്റെ വേദനകളും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി ക്ലെൻസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളുള്ളൊരു ഡിവൈൻനെസ്, ദൈവികത നമുക്ക് വരുന്ന ഗൈഡൻസ് നൽകുന്നതാണ്. അതായത് ഞാൻ ഒരു ഗുരുവാണെന്നോ ഒന്നും തന്നെ അവകാശപ്പെടുന്നില്ല. ഞാനൊരു വഴി മാത്രമായിട്ടാണ് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതായത് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് നിങ്ങൾ ഉള്ളിലുള്ള ഗുരുവിനെ കണ്ടെത്തി തരുന്നതാണ്. അല്ലാതെ എന്നും നിങ്ങൾ എൻ്റെ കീഴിൽ നിൽക്കണമെന്നോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു കോഴ്സിലേക്കും ഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ ജോയിൻ ചെയ്യുന്നു പറഞ്ഞ് വിളിക്കുകയോ ഒന്നും ചെയ്യാതെ, ജോയിൻ ചെയ്യുന്നത് നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ പറയുന്നതിന് കാരണം അതാണ്. അതായത് നമ്മളിലൂടെ മാറ്റം വേണ്ട വ്യക്തികളാണ് നമ്മൾ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് ഓരോ അരിമണികളിലും ആ വ്യക്തികളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നിനും വേണ്ടിയിട്ട് ഭയങ്കര ഫോഴ്സ് ചെയ്തുകൊണ്ട് ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും, ഇപ്പം നിങ്ങൾ ഈ ലൈവിൽ പങ്കെടുക്കുന്നു, ഈ ലൈവിൽ എത്രത്തോളമാണോ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ലൈഫ്. ആ ഒരു ഫുൾഫിൽമെൻ്റാണ് വീണ്ടും അവസരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവരുന്നത്. ഞാൻ മുന്നിലെന്ന് വെച്ചാൽ ഫുൾ ടെൻസ്ഡായിരുന്നു. നാളെ എന്താ സംഭവിക്കുക, മറ്റന്നാൾ എന്താ സംഭവിക്കുക, അയ്യോ ഇത്ര സമയം ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കും. എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്ത് കുറ്റബോധമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ പലപ്പോഴും കിടന്നുറങ്ങുന്ന സമയത്ത് കുറ്റബോധം ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും, ഓക്കെ ഒന്ന് റെസ്റ്റ് എടുത്തല്ലേ, അല്ലെങ്കിൽ വെറുതെ അത് ഇത്ര 1 മണിക്കൂർ 2 മണിക്കൂർ വെറുതെ പോയി, കുറ്റബോധമില്ല, സാരമില്ല, ആ സമയത്ത് ഞാൻ വെറുതെ ഇരുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അല്ലാതെ എല്ലാ സമയത്തും പണിയെടുക്കാൻ എന്താണ് അടിമയാണ് എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് രാത്രി കിടക്കുന്ന സമയത്തും അങ്ങനെ കുറ്റബോധമില്ല. ആ കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ വീണ്ടും കുറ്റബോധമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ആ കുറ്റബോധത്തിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഏകദേശം കാര്യങ്ങളും ക്ലിയർ ആയില്ലേ. പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ കാര്യത്തിലാവട്ടെ, ഈ ഒരു പ്യൂരിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരും. ആ ചേഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക്
സ്വിച്ചിട്ട പോലെ ആയിരിക്കില്ല. ഇപ്പം നമ്മളെ മായ മേഡത്തിൻ്റെ മുകളിലായിരുന്നു ദീപിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കുറേ കുട്ടിക്കാലത്ത് അക്കാദമിക്സിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിച്ചിരുന്നു. ആ സ്ട്രെസ്സും കാര്യങ്ങളും കാരണം അദ്ദേഹത്തിൻ്റെ ട്രൂ പവർ, ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ കൺസൾട്ടൻസി ചെയ്യുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അദ്ദേഹം ഭയങ്കര സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. ജീവിതത്തെ ആസ്വദിക്കാൻ സാധിച്ചില്ല. ആ ഒരു കാര്യത്തെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഈ നിമിഷത്തിലേക്ക് എത്തി. ഈ നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവ്യൂ മുന്നേലും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കുകയായിരുന്നു, ടെൻസ്ഡ് ആയിരുന്നു, കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. ലാസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ടെൻസ്ഡ് അല്ലായിരുന്നു. കാരണം എന്താണ്, അത് കിട്ടുകയാണെങ്കിൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ സന്തോഷം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഞെക്കിപ്പഴിപ്പിക്കുക എന്ന് പറയും അല്ലേ, ഞെക്കിപ്പഴിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് നിലനിൽക്കുകയില്ല. മറിച്ച് നിങ്ങളായി നിന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാകുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഫസ്റ്റത്തെ വീഡിയോ മുതൽ ഇപ്പോഴുള്ള വീഡിയോ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു മോട്ടിവേഷനിൽ വിശ്വസിക്കുന്ന വ്യക്തിയില്ല. നിങ്ങൾ സിംഹമാണ്, നിങ്ങൾ മുന്നിൽ എന്താണ് പറയുക, പരാജയപ്പെട്ട അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഫിനിക്സ് ബേർഡാണെന്ന് പറയുന്നില്ല. അതോടൊപ്പം നിങ്ങൾ സിംഹങ്ങളാണോ, ഗർജിക്കുമോ, നിങ്ങൾ വേദനിപ്പിച്ച മുന്നിൽ അവരെ മുന്നിൽ കാണിക്കുന്നൊന്നും ഞാൻ പറയില്ല. അതൊന്നും എൻ്റെ രീതിയല്ല. മറിച്ച് നിങ്ങളോട് കാണിക്കൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ പറയുന്ന കാര്യമാണ്, നിങ്ങൾ വൂണ്ടറായിട്ടുള്ള ഒരു സോളാണ് എങ്കിൽ ഈ വൂൺസിനെ മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം വീണ്ടും വീണ്ടും മുറിവുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലേ. നിങ്ങളെ ചതിച്ച വ്യക്തി, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, എന്നെ ചീറ്റ് ചെയ്ത, എന്നെ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയുടെ മുന്നിൽ ഞാൻ വലിയ ആളായിട്ട് കാണിക്കണം എന്നുള്ളത്. പിന്നെ ആ സമയം ഉണ്ടായിരുന്നു ഇനീഷ്യൽ ടൈമിൽ. പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ഇന്നർ സെൽഫ് ക്ലെൻസിങ്ങും എല്ലാം ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തിനാ ഞാൻ അവരെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അവരെ മുന്നിൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അവരെന്തെങ്കിലും പറയുന്നെങ്കിൽ വീണ്ടും ഞാൻ ടെൻഷൻ അടിക്കും. ഞാനതൊന്നും വിട്ട് കളഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നോക്കാൻ തുടങ്ങി. അന്നേരം എന്താണ്, എനിക്ക് മറ്റുള്ള മുന്നിൽ ഷോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഭാരം നമ്മൾ തലയിലേക്ക് വെക്കുന്ന പോലെയോ, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഫുൾഫിൽമെൻറ്റ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എന്നോ അതിനെ നിങ്ങൾ നേടിയിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ബന്ധങ്ങളാവട്ടെ, ബന്ധങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ബൈ പ്രൊഡക്റ്റ് ആണ്. വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും ഫസ്റ്റത്തെ പ്രയോറിറ്റി ആയി മാറരുത്. ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നങ്ങളാണ്. നമ്മളെ സ്വപ്നങ്ങൾ, ബന്ധങ്ങൾ എപ്പോഴും ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്ന സമയം നിങ്ങൾ ചിന്തിക്കും അനുവിന്ദ എന്താ അല്ലെ അനിൻസ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. കാരണം അനുഭവം കൊണ്ടാണ്. പല പേഴ്സണൽ കൺസൾട്ടൻസി സമയത്തും പലരും സ്ത്രീകളാണ്. ഒരു 90% പേഴ്സണൽ കൺസൾട്ട് ചെയ്തിരിക്കുന്ന സമയത്തും സ്ത്രീകളാണ് വരിക. അവരായിട്ട് കൺസൾട്ടൻസി ചെയ്യുന്ന സമയത്ത് സങ്കടമാവും. കാരണം അവരെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പങ്കാളിക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്. അവസാനം അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പങ്കാളി അവരെ സ്നേഹിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ വളരുന്നത് സ്നേഹം അനുഭവിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സ്നേഹം അനുഭവിക്കാത്ത ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിനെ മനസ്സിലാവില്ല, നിങ്ങൾ അവർ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പാരൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് നിങ്ങൾക്ക് അച്ഛനോട് മെയിനായിട്ട് എന്താണ്, അച്ഛനോട് നിങ്ങൾ സങ്കടങ്ങളോ വേദനകളോ പറയാൻ പറ്റുന്നില്ല. ഉപ്പ ഗൾഫിലാണ്, അല്ലെങ്കിൽ അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് വരിക. സംസാരിക്കുകയാണെങ്കിലോ സങ്കടപ്പെടുകയാണെങ്കിലോ ഒരു പ്രൊട്ടക്ഷനോ ഒരു കെയറിങ്ങോ ചെയ്യുന്നില്ല. അതേപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരും. നിങ്ങളെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിലാണ് നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്, ഒരു അബണ്ടൻസ് മെഡിറ്റേഷൻ. അത് അബണ്ടൻസ് എന്ന് പറയുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, ഇങ്ങനെ സമ്പത്തിൽ എല്ലാം തന്നെ അബണ്ടൻസ് കൊണ്ടുവരുന്ന ഒരു അബണ്ടൻസ് മെഡിറ്റേഷനാണ് ഇന്ന് ഫ്രീ ആയിട്ട് ഞാൻ നൽകാൻ പോകുന്നത്. അന്നേരം എല്ലാവരും എന്ത് ചെയ്യുക, കുബേരമുദ്രയിൽ പിടിക്കുക. കുബേരമുദ്ര, ഇതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചോളൂ. വെള്ളം ഉണ്ടെങ്കിൽ കുടിച്ചോളൂ. ഓക്കെ, കണ്ണടയോ കാര്യങ്ങളോ അഴിച്ചു വെക്കുക. പിന്നെ വാച്ച് ഉണ്ടെങ്കിൽ അഴിച്ചു വെക്കുക. കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുക. ബോഡി
ഇങ്ങനെ നട്ടിൽ നിന്ന് നിവർത്തി വെക്കുക. ഓക്കെ, നട്ടിൽ നിവർത്തി വെക്കുക, ബോഡി ഫ്രീ ആക്കി വെക്കുക. നട്ടിൽ നിവർത്തി വെക്കുന്നത് നമ്മളെ പ്രാണ ഊർജത്തിനെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് നട്ടിൽ നിവർത്തി വെക്കണമെന്ന് പറയാൻ കാരണം. അന്നേരം എന്ത് ചെയ്യുക, എല്ലാവരും കണ്ണ് കിടക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്തിട്ട് കണ്ണ് കിടക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും നിരീക്ഷിക്കുക. മുഖം, കഴുത്ത്, ഹൃദയഭാഗം, ഇരു കൈകൾ, വയർ, ലൈംഗിക അവയവം, ഇരുകാലുകൾ എല്ലാം തന്നെ നിരീക്ഷിക്കുക. നിങ്ങൾക്കിതുവരെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ഈ മനോഹരമായ ഈ ഒരു ശരീരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു നിമിഷത്തിന്, ഈ ഒരു ദിവസത്തിന്, എൻ്റെ രക്ഷിതാക്കൾക്ക്, പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പൂർവികർക്കും എൻ്റെ ജന്മജന്മാന്തരങ്ങളായി എനിക്ക് വഴികാട്ടി മാറുന്ന മാലാഖമാർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതം എത്രയോ അനുഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും നല്ലൊരു കുടുംബജീവിതമാണ് നയിക്കുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ മക്കളും പങ്കാളിയും രക്ഷിതാക്കളും ഒന്നിച്ചുള്ള സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതമാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് സുഹൃത്തുക്കളാവട്ടെ, ബന്ധുക്കളാവട്ടെ, എല്ലാവരും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു. ആ ഒരു സന്തോഷത്തെ നിങ്ങളുടെ ശരീരത്തിലേക്ക് മുഴുവൻ കൊണ്ടുവരിക. മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക.
നിങ്ങളെല്ലാവരും ഒന്നിച്ച് യാത്രകൾ ചെയ്യുന്നു. ജീവിതം അത്രയും ആസ്വദിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ശരീരം, അതിന് നന്ദി പറയുക. ശരീരത്തിലെ എല്ലാ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് നന്ദി പറയുക. ഞാൻ എൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നു. ഈ മനോഹരമായ ശരീരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്നു. ഓരോ ദിവസവും എനിക്ക് സൗന്ദര്യം കൂടി വരികയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ്. അത്രയധികം ഒരു ഭ്രാന്തമായ രീതിയിൽ എനിക്ക് എന്നോട് പ്രണയമാണ്. എൻ്റെ ശരീരത്തോട്, എൻ്റെ സ്വപ്നങ്ങളോട്. ഈ നിമിഷം ഞാൻ സമ്പന്നതയെ സ്വീകരിക്കുന്ന ഒരു മാധ്യമമായി അഥവാ ഒരു മീഡിയമായി ഞാൻ മാറുകയാണ്. പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വഴിയിലൂടെയല്ല, നിരവധി വഴികളിലൂടെ എനിക്ക് പണം വരികയാണ്. ആ പണം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക? നിങ്ങളിപ്പോൾ പണത്തെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പണത്തെ നിങ്ങൾ അത്രയും ആസ്വദിക്കുന്നു. പണം ഇന്നെൻ്റെ സുഹൃത്താണ്. ഞാൻ സമ്പന്നതയുടെ അവകാശിയാണെന്ന് മനസ്സിൽ പറയുക. പണം ഒരു വഴിയിലൂടെയല്ല, നിരവധി വഴികളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എല്ലാം തന്നെ വലിയ വളർച്ചയാണ് നിങ്ങൾക്കുള്ളത്. ഇത്രയും മനോഹരമായ ജീവിതത്തിന്, ഇത്രയും മനോഹരമായ നിമിഷത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പണം എന്നും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സ്വന്തമായിരിക്കുകയാണ്. അതിനെ ആസ്വദിക്കുക. ഞാൻ ചെയ്യുന്ന ബിസിനസ് ജോലിയിലേക്ക് നല്ല നല്ല കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ഞാനും അവരെ സ്നേഹിക്കുന്നു. പണത്തെ ഞാൻ ആസ്വദിക്കുകയാണ്. പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പണത്തിൻ്റെ ഊർജമായി മാറിയിരിക്കുകയാണ്. ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെയുണ്ട്. അതെൻ്റെ സ്വന്തമാണ്. ദൈവികമായ ശക്തിയുടെ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചതെല്ലാം. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ പ്രപഞ്ചശക്തിയോട്, ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഈ നിമിഷം നേടിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലേക്ക് കൊണ്ടുവരിക. അതെ, ഈ നിമിഷം അതെൻ്റേതാണ്, എൻ്റേത് മാത്രമാണെന്ന് പറയുക. എൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും
സർവശക്തനായ ദൈവത്തോട്, പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ആ സമ്പന്നതയെ നിങ്ങൾ ആസ്വദിക്കുകയാണ്, അഥവാ സമ്പന്നതയായി നിങ്ങൾ മാറിയിരിക്കുന്നു. സന്തോഷത്തോടെ, ആനന്ദത്തോടെ കൈകൾ പരസ്പരം വിളിച്ചുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഭയങ്കര റിലാക്സ് മൊമെന്റ് സർ, സൂപ്പർ, അടിപൊളി. ഓക്കെ, നമ്മളിത് എലിമെന്റ് മാസ്റ്ററിൽ നൽകുന്ന മെഡിറ്റേഷൻ ഒന്നാണ്. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. അത് നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററിൽ അത്രയും റിസൾട്ട് കിട്ടും. ഇപ്പം അജിത മേഡം പറഞ്ഞ പോലെ തന്നെ ഇപ്പം രാജശ്രീ ഞാൻ നേരത്തെ നിങ്ങളെ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. അല്ല, മെഡിറ്റേഷൻ അല്ല, നിങ്ങളെ എക്സ്പീരിയൻസ് ഇന്നലെ നിങ്ങൾ ഷെയർ ചെയ്തേ. അത് എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. മകന്റെ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിങ്ങനെ സാറിന്റെ അലൈൻ മാസ്റ്ററിൽ ഇപ്പം 3-4 ബാച്ചിലായിട്ട് ഞാനിങ്ങനെ ഉണ്ട്. അതിനൊരു പൂർണ്ണത എത്തി കഴിഞ്ഞ ദിവസമാണ്. അതെനിക്കൊരു അത്ഭുതകരമായ മാറ്റമാണ് അതിൽ ഉണ്ടായത്. ഇപ്പോ അവന് പഠിത്തത്തില് താല്പര്യം കാണിക്കാൻ വളരെ കുറവായിരുന്നു. അപ്പോ അതിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോ സാറിന്റെ ആ ഒരു മെഡിറ്റേഷനും സാറിന്റെ വാക്കുകളും ഒക്കെ എനിക്ക് ഒരുപാട് ഊർജം നൽകി. അപ്പോ അത് അത്ഭുതകരവണ്ണം റിസൾട്ട് വളരെ ഭയങ്കര പോസിറ്റീവായിട്ട് വന്നു. സ്കൂളിൽ നിന്ന് ഒരു കോള് വന്നപ്പോൾ ഞാൻ ശരിക്കും വളരെ ടെൻഷനിലായിരുന്നു ഇവിടുന്ന് പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ക്ലാസ്സിൽ സാറിനോട് സംസാരിച്ചിട്ട് സാറിനോട് നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു തന്നത്. നല്ല മെഡിറ്റേഷൻ, അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടായി. ആ ഒരു ധൈര്യത്തിലാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് അതോറിറ്റീസിനെ എല്ലാം കണ്ട അവര് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇത്രയും മാറ്റം അതിലുണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആദ്യം എനിക്ക് ഭയങ്കരമായിട്ട് കരയാൻ തോന്നി. സാറിനെ കണ്ട് എനിക്ക് സന്തോഷം ഒന്ന് അറിയിക്കണം എന്ന് കണ്ടാണ് അന്നേരം സാറിനെ വിളിച്ചത്. എന്നിരുന്നാലും സാറിന്റെ വോയിസ് ഇട്ട് അന്നേരം തന്നെ അത്രയ്ക്ക് എനിക്ക് സന്തോഷമാണോ വിഷമമാണോ വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്താ അൾട്ടിമേറ്റ്ലി പറയാം, ഈ ഒരു അലൈൻ മാസ്റ്ററി വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമാണ്. കാരണം ഒരു 3ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു പ്രശ്നത്തിനാണ് ഇപ്പൊ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇവിടെ തുടങ്ങുമായിരുന്നു അവന്റെ മാറ്റം. അതിന് സാറിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തെ മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാൻ കാരണം അതായത് നമ്മളെ പ്രോബ്ലം, അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഒന്നും തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് മെൻഷൻ ചെയ്തത്. അതായത് ഇദ്ദേഹത്തെ പേഴ്സണൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കുറേ ബ്ലാക്ക് മാജിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ കുറച്ച് പ്രതിവിധികളും കാര്യങ്ങളും നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററി പറയുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അത് പറഞ്ഞു കൊടുത്തു. പിന്നെ അതോടൊപ്പം തന്നെ അത് ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും, നിങ്ങളെ ക്ലെൻസ് ചെയ്യും, നിങ്ങൾ ഹീൽ ചെയ്യും. കഴിഞ്ഞ എലൈൻമെന്റ് മാസ്റ്ററിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ടില്ല, ഇനിയും റീജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഒരു ചേഞ്ച് അദ്ദേഹത്തിന് വന്നു, ആ ഒരു ഫ്ലോയിലേക്ക്. ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും ഇത്ര ദിവസത്തെ ക്ലാസ് എന്നുള്ളതല്ല, ഇപ്പോൾ 30 ദിവസം കൊണ്ട് ഉള്ളതല്ല. ഇപ്പോൾ 9ാമത്തെ ബാച്ചായി. ഫസ്റ്റ് ബാച്ച് മുതൽ ഇപ്പോഴും ജോയിൻ ചെയ്യുന്ന ആൾക്കാണ്ട് അത്രയധികം അമേസിംഗ് ആയിട്ടുള്ള മാറ്റം അവരിലുണ്ടാകുന്നതാണ്. കാരണം ഹീലിംഗ് പ്രോസസ് ആണ് അവിടെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്നലെയാണ് ശനിയാഴ്ച ദ ഫ്ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ, അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അതിനെല്ലാം തന്നെ ഒഴുക്കി വിടുന്ന ഒരു മെഡിറ്റേഷൻ ആയിരുന്നു നമ്മൾ അന്ന് ചെയ്തത്, ആ ഒരു ദിവസം ചെയ്തത്. ആ ഒരു ഫ്ലോ മെഡിറ്റേഷനിൽ വന്നേരം അദ്ദേഹത്തിന് കൂടുതലായിട്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇരുന്ന് വരട്ടെ, എന്തായാലും ഫേസ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു എന്നുള്ളതാണ്. ആ ഒരു ഫ്ലോ മെഡിറ്റേഷൻ ചെയ്തേരം അദ്ദേഹത്തിന് ആ സ്ട്രെസ്സും കാര്യങ്ങളും തന്നെ കുറഞ്ഞു മാറ്റമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അതായത് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഒരു വ്യക്തിയും നമ്മളത് ഫോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ പങ്കാളിയെ മാറ്റാം, മക്കളെ മാറ്റാം എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുകയാണ്. അത് നടക്കില്ല. മറിച്ച് നമ്മളെ മാറ്റിയെടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റൊരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ പറ്റുക. ഇവിടെ ഒരാളും എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വയം മാറാതെ മറ്റുള്ളവർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പോലും ഉണ്ടെങ്കിൽ അവർ സ്വയം മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കും. അല്ലാതെ വെറുതെ ക്ലാസ്സിൽ ഇപ്പം ഫ്രീ ക്ലാസ് ആവട്ടെ പെയ്ഡ് ക്ലാസ് ആവട്ടെ അതിൽ പറഞ്ഞ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. വളരെ സന്തോഷം.
വളരെ സാർ ഞാൻ സാറിനെ വിളിച്ചപ്പോ സാർ എടുക്കുന്നില്ല. ഞാൻ ഓക്കെ, ഞാൻ ശകുന്തളയായിരുന്നു. ഇന്ന് കുറച്ച് തിരക്കില്ല. ഇപ്പൊ ഇന്ന് യാത്രയിലായി പോയി. നാളെ എന്നെ വാട്സപ്പിൽ ഒരു മിസ് കോൾ അടിക്കും. ഇപ്പം നിങ്ങൾ എലൈൻമെന്റ് മാഷിപ്പ് അതെ, വാട്സപ്പിൽ ഒരു മിസ് കോൾ അടിക്കും, ഞാൻ മറുപടി തന്നേക്കാം. എത്ര മണിക്കാ അടിക്കണ്ടേ? ഒരു 11 മണി മുതൽ 12 മണി കൺസൾട്ടേഷൻ ഉണ്ട്. ഒരു 12 മണിക്ക് ശേഷം ഒരു മിസ് കോൾ അടിക്കും. ആയിക്കോട്ടെ. വാട്സപ്പ് കോള് 77-2 അല്ലേ? 77-2. നാളെ 2 കൺസൾട്ടേഷൻ ബുക്കാണ്, 2-3 കൺസൾട്ടേഷൻ ബുക്കഡാണ്. ഈ ആഴ്ച മൊത്തം സ്ലോട്ട് ഏകദേശം ഫില്ലായിട്ട്. ഞാൻ നോക്കട്ടെ, വെക്കുന്ന ഒരു ബുക്കിംഗ് തന്നാലും മതി എന്നൊക്കെയാണ്. ബുക്കിംഗ് ഞാൻ നോക്കട്ടെ, അശ്വതിയോട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ജസ്റ്റ് കാഷ്വലായി സംസാരല്ലേ, കുറച്ച് ഡൗട്ട്സ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടേ. കൂടുതലായിട്ട് പറയണമെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തോളൂ. കുറച്ച് ഡൗട്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല, കൺസൾട്ടേഷൻ എടുക്കണ്ട, കാഷ്വലായി സംസാരിക്കാം. ഓക്കെ, എന്നാ വിളിക്കണം? 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. കൺസൾട്ടേഷൻ 10 മിനിറ്റ് ഒക്കെ തന്നെ വേണ്ടുള്ളൂ. ഓക്കെ, അത് റെഡിയാക്കാം. അപ്പൊ എന്നാ നാളെയാണോ മിസ് കോൾ അടിക്കണ്ടേ? നാളെ മിസ് കോൾ അടിച്ചു. ഓക്കെ, എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. കുറെ പേര് എലൈൻമെന്റ് മാസ്റ്ററിൽ കുറെ പേര് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കിലാണ്, ഞാൻ എല്ലാവർക്കും മറുപടി തന്നേക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞോളൂ. അജിത മേഡത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ അദ്ദേഹത്തിന് പെർമിഷൻ ചോദിച്ചു തരാം. ഓക്കെ, എന്തായാലും ഓക്കെ. വേറെ എല്ലാവരും ഡൗട്ട്സ് ക്ലിയർ ഉണ്ടായിരുന്നല്ലേ? ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ക്യാമറയിൽ എന്റെ ഇടയ്ക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു, കാരണം എന്റെ സ്റ്റാഫ് 2 പേരില്ല, അപ്പൊ ഞാൻ കൗണ്ടറിലാണ്. നമ്മുടെ എലൈൻമെന്റ് മാസ്റ്ററിയിലെ മെയിൻ ആയിട്ടുള്ള സാരഥികളിൽ ഒരാളാണ്. സ്വതവേ ക്ലാസ്സിൽ ഇങ്ങനെ ക്ഷീണിക്കുന്ന സമയത്തെല്ലാം ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊടുക്കും, ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. എന്നിട്ട് ഇദ്ദേഹം അടുത്ത ആഴ്ച ഞാനുണ്ട്, അടുത്ത ആഴ്ച തൊട്ട് ഇപ്പൊ നമ്മളെല്ലാം പേടി ചെയ്തിട്ട് അതിനകത്ത് കയറിക്കോളും. ഞാൻ സാറിനെ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല കാര്യങ്ങളും ഞാൻ എപ്പോഴും ഞാൻ വലിയ ആളായിട്ടോ വലിയ ഇതായിട്ടോ ഞാൻ കരുതാറില്ല. ഇങ്ങനെ മുന്നത്തെ അലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുക്കുന്ന ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞു, അതായത് സാറെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ആൾക്ക് പറയുന്നു എന്ന രീതിയിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ അറിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് ഇല്ല. ചിലപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാനും ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. മെന്ററിങ് എടുക്കുന്നതെന്ന് വെച്ചാൽ 4-5 ലക്ഷത്തിന് മെന്ററിങ് എടുത്തിട്ടാണ് ഞാനുള്ളത്. അങ്ങനെ കുറെ മെന്ററിങ്ങിൽ എടുക്കുന്നുണ്ട്. എനിക്ക് എല്ലാം അറിവുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ക്ലാസ്സിൽ എലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും ചില കാര്യങ്ങൾ, ഇപ്പം ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് എനിക്ക് വേണമെന്ന് പറയും. കാരണം ക്ലാസ്സിൽ ഞാൻ മിസ്റ്റേക്ക്, കാരണം എൻ്റെ മേഖല ഇതല്ല, ലൈഫ് കോച്ചിങ് ഹീലിംഗ് ആണ്. എനിക്ക് ഇങ്ങനെ ഡോക്ടർ ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എനിക്കറിയില്ല. അന്നേരം അവരെ ഗൈഡൻസ് ചോദിക്കും. അന്നേരം എന്താണ് നമ്മൾ ഇൻഫർമേഷൻ വലുതാകല്ലേ, അല്ലാതെ എനിക്കെല്ലാം അറിയാം ഒരാൾക്കും സംസാരിക്കേണ്ട അവസരം കൊടുക്കാതിരിക്കില്ല. ഞാൻ എല്ലാവർക്കും അവസരം ഞാൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറ് നമ്മളെ ക്ലാസ്സിൽ. കാരണം അങ്ങനെ പരസ്പരം ഗ്രോത്തിലൂടെ മാത്രമാണ് ലൈഫിൽ മുന്നേറാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ വീണ്ടും പറയാണ്, ഞാനൊന്നുമില്ല, ഞാൻ ഒരു മീഡിയം മാത്രമാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കും. ജോർജ് മാത്യു സാറിന്റെ ക്ലാസ്സിൽ ഞാൻ 7 lakh കൊടുത്തിട്ടാണ് ഇപ്പോഴും പഠിച്ചോണ്ടിരുന്നത്. അതെ, ആ സാറിന്റെ അടുത്ത് നമ്മൾക്കെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞങ്ങൾ 4-5 പേരേ ഉള്ളു. സാറിനറിയാം, അതിൽ വെച്ച് നോക്കുമ്പോ ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് ഞാൻ ജോർജ് മാത്യു സാറിനോട് പറയുമ്പോ എന്നോട് നിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പഠിപ്പിച്ചു തന്നത് ഇപ്പോഴാണോ? ബട്ട് എനിക്ക് അത്ര ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ ചേരുന്നത് ചെറിയ പൈസയല്ലേ, ആൾക്കാർക്ക് അതിൻ്റെതായ ഉപയോഗം. ഞാനൊക്കെ എത്ര അതുപോലെ തന്നെ PS തോമസ് സാറിന്റെ ക്ലാസ്സിലുണ്ട്. ഇത് വലിയ എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് അതിലൊക്കെ ചേർന്നിരിക്കുന്നത്. ബട്ട് അവിടെയൊക്കെ എന്താ പറയാ, കിട്ടാത്ത ചിലത് എനിക്ക് സാറിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അവരെല്ലാം ഇന്റലക്ട് കൊണ്ട് സംസാരിക്കുന്നു, ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നു. ഞാനെപ്പോഴും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലപ്പോഴും ഈ ഈഗോ, സ്പിരിച്വൽ ഈഗോ എന്നെല്ലാം പറഞ്ഞ കാര്യമുണ്ട്. ഹൃദയം കൊണ്ട് ഞാൻ കുറെ ഗുരുക്കന്മാരെ തേടി നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഗുരുക്കന്മാര്, സന്യാസം, അങ്ങനത്തെ എല്ലാവർക്കും സ്പിരിച്വൽ ഈഗോ ഉണ്ട്, എന്തോ വലിയ അവരാണെന്നുള്ള ചിന്ത. അങ്ങനെ കുറ്റം പറയല്ല, മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഈക്വലാണ് എന്നുള്ളതാണ്. നമ്മളെ കയ്യിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമുക്ക് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ഈവൻ നിങ്ങൾ വരെ ഇങ്ങനെ ലൈഫ് കോച്ച് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടർന്ന് നിങ്ങളെ ലൈഫ് കോച്ചിങ് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കുറേ പേര് ഇപ്പോൾ സുജാർ മോഹൻ വന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു, അദ്ദേഹം നമ്മൾ കൈപിടിച്ച് ചേർത്തി, എന്നെക്കാളും വലിയ രീതിയിലേക്ക് വന്നു.
കാരണം നമ്മളൊരു മീഡിയ ആണ്, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ട്, തറ എപ്പോഴും ഓർക്കാറുണ്ടെന്ന് പറയാറുണ്ട്. വളരെ സന്തോഷം. കാരണം എൻ്റെ മെൻറ്ററിങ്ങിൽ വളർന്നതാണ്, നമ്മൾ കഴിപിടിച്ച് ഉയർത്തിയാണ്. ഓക്കെ, എന്തായാലും വീണ്ടും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഇടയ്ക്കെല്ലാം ഫ്രീ ക്ലാസ്സിൽ കാണാം. ഞായറാഴ്ച എന്തായാലും ക്ലാസ്സുകൾ ഉണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ചയോ ഒരു യാത്രയിലായിരുന്നു ഉണ്ടായിരുന്നത്, എറണാകുളം. ഓരോ യാത്രകളുണ്ടാവും. ഇന്നും യാത്ര ഉണ്ടായിരുന്നു, ഉച്ചക്ക് കഴിഞ്ഞു. അപ്പൊ എന്തായാലും സന്തോഷം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. രാത്രി. ഓക്കെ, താങ്ക് യു. ബൈ.